ചടുക സേനാപതി വേണു, പശ്ചിമബംഗാളിൽ മാഫിയ ഭരണമാണെന്ന് മമത ചെയ്തികളിലൂടെ തന്നെ തെളിയിച്ചിരിക്കുന്നു. മമതയുടെ രാജിക്കായി കോൺഗ്രസ് മുറവിളി കൂട്ടുന്നില്ല. കോൺഗ്രസിന് ഇപ്പോഴും മമതയാണോ? അല്ല, ശ്രീ നമ്പ്യാരെ, ഒട്ടുമില്ല. കാരണം ഇക്കാര്യത്തിൽ ഏറ്റവും ശക്തമായ പ്രതികരണവുമായിട്ട് വന്നത് ആദരണീയനായ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയാണ്. കാരണം ഇക്കാര്യത്തിൽ ഏറ്റവും ശക്തമായ നടപടി ഉണ്ടാകണം എന്ന് പലവട്ടം ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുള്ള ആളാണ് ശ്രീ രാഹുൽ ഗാന്ധി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് ഇല്ലെങ്കിൽ അവർ നിൽക്കുന്നു എന്നുള്ളതൊക്കെ അതൊക്കെ സാങ്കേതികം മാത്രം. അതൊന്നും അല്ലല്ലോ ഇപ്പം നമ്മുടെ മുമ്പിലുള്ള വിഷയം എന്ന് പറയുന്നത്. ഇവിടെ ശ്രീ ഹരിദാസ് സാർ സൂചിപ്പിച്ചതുപോലെ ഒരു ഡോക്ടർ, അതും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡോക്ടർ, 31 വയസ്സുള്ള ഡോക്ടർ, അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതീക്ഷകളാണ്. ഇപ്പൊ നിർഭയയുടെ കാര്യത്തിൽ നമ്മൾ വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു എക്സ്ക്യൂസ് എന്താ, അവർ രാത്രിയിൽ അപരിചിതമായ സ്ഥലത്തൂടെ യാത്ര ചെയ്തപ്പോൾ ആക്രമിക്കപ്പെട്ടു. ഇവിടെ അങ്ങനെയല്ലല്ലോ. ഇവിടെ സ്വന്തമായി അവർ തൊഴിൽ ചെയ്യുന്ന അവരുടെ തൊഴിൽ സ്ഥാപനം, അതും 30-36 മണിക്കൂർ നേരം ജോലി ചെയ്തതിന് ശേഷം അവർക്ക് വിശ്രമിക്കാനായി പര്യാപ്തമായ സ്ഥലമില്ലാത്തതുകൊണ്ട് കോൺഫറൻസ് ഹാളിൽ അവർ വിശ്രമിച്ചു എന്നുള്ളതാണ് അവർ ചെയ്തിരിക്കുന്ന അപരാധം. അവിടെയാണ് അവർ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോ ഇതിന്റെ ഒരു ഗ്രാവിറ്റി എന്ന് പറയുന്നത് എന്താ പറഞ്ഞേ, അത് നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തുന്നതാണ്. അവരുടെ മാതാപിതാക്കളുടെ പ്രസ്താവനയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രങ്ങളിലും മാധ്യമങ്ങളിലും ഒക്കെ വന്നതാണ്. അവരെ ആദ്യം അറിയിക്കുന്നത് എന്താണ്, കുട്ടിക്ക് എന്തോ അപകടം സംഭവിച്ചിരിക്കുന്നു. പിന്നീട് അവരോട് അപ്പം എന്താണെന്ന് കാരണമെന്ന് ചോദിച്ചപ്പോ ഫോൺ ചെയ്ത ആൾ പറയുന്നു, ഞാൻ ഡോക്ടറല്ല, അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റത്തില്ല. പിന്നീട് അവരുടെ വീട്ടിൽ അറിയിക്കുന്നത് ഈ കുട്ടി ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ്. ഏതോ ഒരു സഞ്ജയ് റായ്, ഇപ്പൊ നമ്മൾ ആ ക്രിമിനലിന്റെ ആളാണ് ക്രിമിനൽ. അപ്പൊ പ്രിൻസിപ്പാളാണ് പറഞ്ഞത് ഇത് ആത്മഹത്യയാണെന്ന്. അല്ല, അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു പെൺകുട്ടി ഇത്ര ക്രൂരമായി ബലാത്കാരം ചെയ്യപ്പെട്ട് കഴിഞ്ഞ ആഗസ്റ്റ് 9 വെള്ളിയാഴ്ച പുലർച്ചെയാണ് അവരെ കാണുന്നത്. അപ്പോ ഇത്രയും ഭയാനകം കാണാൻ മാതാപിതാക്കളെ അനുവദിക്കുകയും ചെയ്തില്ല. അതെ, 3 മണിക്കൂർ നേരം. അതാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ മാതാപിതാക്കളെ, ആ സ്വന്തം മകളുടെ ശരീരമെങ്കിലും കാണാൻ അവര് 3 മണിക്കൂർ സമയം അവര് യാചിച്ചിട്ടും അവരെ അനുവദിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇത് മനസ്സാക്ഷിയുള്ള ആളുകളെ അത് വല്ലാതെ ഭയപ്പെടുത്തണമല്ലോ, നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തണം. കാരണം ഇങ്ങനെയൊക്കെ ഒരു സംസ്ഥാനത്ത് പോകാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ നിശ്ചയമായിട്ടും കഴിയില്ല എന്നുള്ളതാണ്. ഇവിടെ ഭരണകൂടവും അവിടുത്തെ ഗവൺമെന്റും ഇരയ്ക്കൊപ്പം നിൽക്കണം. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഈ കേസിൽ മാതാപിതാക്കൾ ആരോപിക്കുന്നത് ഈ ഒരാൾ സഞ്ജയ് റായ് മാത്രമല്ല, മറ്റാളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടാകാം. കാരണം അവരുടെ ശരീരത്തുണ്ടായിരിക്കുന്ന വലിയ ക്ഷതവും അവർക്ക് ഏറ്റിരിക്കുന്ന പരിക്കും മറ്റ് തെളിവുകളും ഒക്കെ പരിശോധിക്കുമ്പോൾ ഇതിൽ മറ്റാരൊക്കെയോ ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. അപ്പോ ഇന്ന് നമ്മൾ മലയാള സിനിമയിലെ എന്താ പറഞ്ഞ കറുത്ത അധ്യായത്തെക്കുറിച്ച് ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വന്ന അതിന്റെ പിറ്റേ ദിവസത്തെ ചർച്ച നമ്മൾ നടത്തുമ്പോൾ ആ ആശുപത്രി കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ള ഹീനമായ കൃത്യങ്ങൾ, അതിൽ മറ്റാരെങ്കിലും പങ്കുണ്ടോ, അവിടെയും ഇത്തരത്തിലുള്ള മാഫിയകൾ പ്രവർത്തിക്കുന്നോ, അതിൽ ആരൊക്കെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത്, അതെല്ലാം സത്യസന്ധമായി ഇപ്പോ ഇന്ന് 20 തീയതി 9-ാം തീയതി നടന്ന് 11 ദിവസമായി ഈ കാര്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ബാധ്യസ്ഥമായ ഒരു ഗവൺമെന്റ് ഇപ്പോ സുവേന്ദു മിശ്ര എന്ന് പറയുന്ന സുവേന്ദു ശേഖർ റോയ് എന്ന് പറയുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു നേതാവ്, അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനവും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ അത് അവർക്ക് ആത്മാർത്ഥത ആ കാര്യത്തിൽ ഉണ്ട് എങ്കിൽ ഈ കാര്യത്തിൽ അന്വേഷണത്തിൽ യഥാർത്ഥ കുറ്റവാളികൾ ആര് എന്ന് പുറത്തു കൊണ്ടുവന്ന് ആ കുടുംബത്തിന് നീതി കൊടുക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ ഉത്കണ്ഠാകുലരായിട്ടുള്ള മാതാപിതാക്കൾ മാത്രമല്ല, ഈ സംഭവം അറിഞ്ഞിട്ടുള്ള മുഴുവൻ ആളുകളും, ഒരു നിർദോഷിയായ ഒരു പെൺകുട്ടി, അവരൊക്കെ ഡോക്ടർ ആകാനുള്ള അവരുടെ ഒരു ഇല്ലെങ്കിൽ അവരുടെ പഠനം, അതിനുശേഷമുള്ള പോസ്റ്റ് ഗ്രാജുവേഷനുള്ള പഠനം, എത്രയോ ഡെഡിക്കേഷൻ അവരുടെ ജീവിതത്തിൽ ആ മാതാപിതാക്കൾ ആ കുട്ടിക്ക് വേണ്ടി സഹിച്ചിട്ടുള്ള കഷ്ടപ്പാട്, അതൊക്കെ ഒരു കശ്മലന്റെയോ അല്ലെങ്കിൽ കശ്മലന്മാരുടെയോ കാമസംതൃപ്തിക്ക് വേണ്ടി ഒരു നിമിഷം കൊണ്ടോ ഒരു മണിക്കൂർ കൊണ്ടോ അത് തല്ലിക്കെടുത്തിയിട്ട് അവരൊക്കെ ഇപ്പൊ മിടുക്കന്മാരെ, അവിടുത്തെ സിറ്റി പോലീസ് കമ്മീഷണറും പ്രിൻസിപ്പാളും അവരൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടേണ്ടവരും അതോടൊപ്പം തന്നെ അവരൊക്കെ വിചാരണ ചെയ്യപ്പെടേണ്ടവരുമാണ്.
ഒരു സംശയവും ആ കാര്യത്തിലില്ല. ഇപ്പോ ആർട്ടിക്കിൾ 356 ഇൻവോക്ക് ചെയ്ത് ഗവൺമെന്റിനെ പിരിച്ചുവിടുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. കാരണം ബംഗാളിൽ നമുക്കറിയാം 35 കൊല്ലക്കാലത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ അരാജകത്വത്തിൽ നിന്ന് മോചനമുണ്ടാകുമെന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിച്ചത്. ആ പ്രതീക്ഷയൊക്കെ അസ്ഥാനത്താക്കിക്കൊണ്ട് അന്ന് രാഷ്ട്രീയ പ്രതിയോഗികൾക്ക് നേരെയാണ് അക്രമങ്ങൾ നടന്നത് എങ്കിൽ ഇന്ന് വേറൊരു രീതിയിൽ ആ സമൂഹത്തിൽ നടക്കുന്ന ഈ രീതിയിലുള്ള കൃത്യങ്ങൾ അത് തീർച്ചയായും നമ്മുടെ മനസാക്ഷിയെ നടുക്കുന്നതാണ്. ഇവിടെ ആ ഡോക്ടറുടെ കുടുംബത്തിന് നീതി കിട്ടണം. ഈ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ ആരൊക്കെയാണ്? ആശുപത്രിയുടെ കെട്ടിടം ഇടിച്ചു തകർക്കാനായിട്ട് വന്ന ആളുകൾ ആരാണ്? അവിടെ തെളിവുകൾ നശിപ്പിക്കാൻ വന്ന ആളുകൾ ആരാണ്? ഈ കുട്ടിയുടെ മാതാപിതാക്കൾ ആരോപിക്കുന്ന പോലെ, കുട്ടിയുടെ ഡയറിയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അവിടെ ഈ എന്താ പറഞ്ഞ ഡോക്ടർമാര് അല്ലെങ്കിൽ വനിതകളായിട്ടുള്ള ഡോക്ടർമാരെ അവരെ ഉപദ്രവിക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ ആരൊക്കെയാണ്? ഈ കാര്യങ്ങളെല്ലാം സത്യസന്ധമായി പുറത്തു വരണം. പുറത്തു വന്ന് അവരൊക്കെ ശിക്ഷിക്കപ്പെടണം. അവർ ശിക്ഷിക്കപ്പെട്ടുവെങ്കിൽ മാത്രമേ ആ കുട്ടിയുടെ ആത്മാവിനെങ്കിലും നീതി ലഭിക്കുകയുള്ളൂ. അതുകൊണ്ടാണല്ലോ ഇന്ന് രാജ്യം മുഴുവൻ അത് അഡ്വക്കേറ്റ് സേനാപതി വേണു ഇത്രയും ക്രൂരമായി കൂട്ടബലാത്സംഗത്തിനിരയായി ഒരു വനിതാ ഡോക്ടർ, PG ഡോക്ടർ കൊല്ലപ്പെടുന്നു. എന്നിട്ടും ആ ഹോസ്പിറ്റലിലെ ആ കോളേജിലെ പ്രിൻസിപ്പള് പറയുകയാണ് ഇത് കൊലപാതകമല്ല, ആത്മഹത്യയാണെന്ന്. ആ ഒരൊറ്റ പരാമർശത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ ഈ പ്രതികൾക്ക് കൃത്യമായിട്ടുള്ള സംരക്ഷണം ആശുപത്രി അധികൃതർ തന്നെ നൽകുന്നുണ്ട് എന്നല്ല മനസ്സിലാക്കേണ്ടത്. ആ ഒരൊറ്റ പരാമർശത്തിൽ നിന്ന്. കാരണം അല്ല, ഈ പ്രിൻസിപ്പാൾ ഒരു ഡോക്ടറാണല്ലോ, അയാൾക്കറിയാമല്ലോ ഇതിൻ്റെ ഈ ഡെഡ് ബോഡി കണ്ടാൽ തന്നെ അറിയാൻ പറ്റുമല്ലോ അത് ആത്മഹത്യയല്ല കൊലപാതകമാണെന്ന്. ഒരു സാധാരണക്കാരന് പോലും അറിയാൻ പറ്റും. എന്നിട്ടും അയാളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പരാമർശം ഉണ്ടാവണമെങ്കിൽ പ്രതികൾ അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു പരിരക്ഷ ഈ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഇന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഇത് FIR രജിസ്റ്റർ ചെയ്യുന്നത് രാത്രി 11:45 FIR രജിസ്റ്റർ ചെയ്യുന്നത്. അത് ഒരു കാരണവശാലും അത് അംഗീകരിക്കാനാവില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കൂ, ആശുപത്രി അധികൃതരുടെ, കോളേജ് അധികൃതരുടെ സപ്പോർട്ട് ലഭിക്കുന്നു, പിന്തുണ ലഭിക്കുന്നു. പോലീസിൻ്റെ കൃത്യമായിട്ടുള്ള പിന്തുണ ലഭിക്കുന്നു അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് സർക്കാർ തന്നെ പ്രതിക്കൂട്ടിലാണ് എന്ന് ഇതിൽ നിന്ന് ഈ വളരെ നമുക്ക് പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഇക്കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം സർക്കാർ പ്രതിക്കൂട്ടിലാണ്. സർക്കാർ ഇവർക്ക് പരിരക്ഷ നൽകുന്നുണ്ട് എന്ന് മാത്രമല്ല, ചിലപ്പോൾ ഒരുപക്ഷെ ഏറ്റവും ഉന്നതരായിട്ടുള്ള ചിലരൊക്കെ ഈ കൊലപാതകത്തിന് പിന്നിലുണ്ടാവും എന്നും ന്യായമായും സംശയിക്കാം. ഇപ്പോൾ സന്ദേശ് ഖാലിയിൽ നോക്കൂ, ഷാജഹാൻ ഷെയ്ഖ് തൃണമൂൽ നേതാവാണ്. അയാൾ ആ പ്രദേശം അടയ്ക്കുവാണ് ഒരാളാണ്. ഒരു കാരണവശാലും പശ്ചിമ ബംഗാൾ പോലീസ് ആ ഏരിയയിലേക്ക് പോയില്ല. അങ്ങനെയാണ് സാക്ഷാ ഗവർണർ തന്നെ അവിടെ പോകുന്നു. ഗവർണർ CBI അന്വേഷണം ഏൽപ്പിക്കുന്നു. അതിനുശേഷമാണ് ഈ ഷാജഹാൻ ഷെയ്ഖിനെ അറസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജയിലിൽ അദ്ദേഹത്തിന് എല്ലാ സുഖസൗകര്യങ്ങളും ലഭിക്കുന്നു എന്നുള്ളതാണ്. ജയിലിൽ ഷാജഹാൻ ഷെയ്ഖ് സുഖവാസത്തിലാണ്. മാത്രമല്ല അവിടെ ഷെയ്ഖ് രാജാവായിട്ട് അവിടെ വാഴുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തിനാണ് ഇവരെ പിന്നെയും വാഴിക്കുന്നതെന്നുള്ളതാണ്. ഇപ്പോൾ രാഷ്ട്രപതി ഭരണം വരട്ടെ അല്ലെങ്കിൽ പിരിച്ചുവിടട്ടെ, അതിനെ പറ്റിയതായിട്ടുള്ള സാഹചര്യങ്ങളാണല്ലോ നിലനിൽക്കുന്നത്. കാരണം സന്ദേശ് ഖലിയിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചില്ല. ഇപ്പോഴിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ അത് എത്തി നിൽക്കുന്നു. നാളെ ഇത് ആവർത്തിക്കാം അല്ലേ? അതിനൊരു സാഹചര്യം ഉണ്ടാവരുത്, അതിനെ തടയിടണം. ആ കൃത്യമായിട്ടുള്ളൊരു മെസ്സേജല്ലേ സുപ്രീം കോടതി നൽകിയത്. ഇപ്പം നേരത്തെ ഹരിദാസ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇവർക്ക് ആത്മാഭിമാനം ഉണ്ടെങ്കിൽ അതില്ല മമതാ ബാനർജിക്ക്. അവരൊരു വനിതയൊന്നുമല്ല, അവർ വേറെ ഏതൊരു ജനസിൽപ്പെട്ടതാണ്. അങ്ങനെ ഒന്നും ഉണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തു പോകേണ്ട സമയം അതിക്രമിച്ചില്ലേ? അല്ല, അതിനകത്ത് അതാണ് നമ്പ്യാരെ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്നത്. നമ്മൾ കാണുന്ന മമതാ ബാനർജി മുൻകാലത്തെ CPM അക്രമത്തിനെതിരെ പോരാട്ടം നടത്തുന്ന, അത് ഒറ്റയാൾ പോരാട്ടം എന്ന് തന്നെ പറയാം, ആ പോരാട്ടം നടത്തുന്ന
ആ മമതാ ബാനർജിയാണ് നമ്മൾ കണ്ടിട്ടുള്ളതും ആ മമതാ ബാനർജിയാണ് നമുക്ക് പരിചയമുള്ളതും. പക്ഷേ വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ കേൾക്കുന്ന ചിലതൊക്കെ നമ്മളെ ഭയപ്പെടുത്തുന്നു. കാരണം രാഷ്ട്രീയ പ്രതിയോഗികളെ കൊല്ലുന്നതും ആക്രമിക്കുന്നതും ഒക്കെ ബംഗാളിൽ അതൊരു കഥയേ അല്ല. കാരണം 35 കൊല്ലത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണം കഴിഞ്ഞപ്പോൾ 27,000 ആളുകളെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഡൽഹിയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഒരു പത്രത്തിൽ ഒരിക്കൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടെ ആളുകളെ കൊല്ലുന്ന രീതിയൊക്കെ മുമ്പ് സുദീപ് ഘോഷ് എന്ന് പറയുന്ന സന്ദീപ് ഘോഷ്, ഒരു ബംഗാളിലെ ഒരു CPM MP വീടിന്റെ പിറക് CBI ഉദ്യോഗസ്ഥർ ഇതുപോലെ തുറന്നപ്പോ 18ഓളം എന്താ പറഞ്ഞ തലയോട്ടികൾ കിട്ടിയതൊക്കെ അന്ന് ബംഗാളിൽ വാർത്തയല്ല. അപ്പൊ ഞാൻ പറഞ്ഞത് ആളുകളെ കൊല്ലുന്നതും ഒക്കെ അവിടെ ഒരു വാർത്തയല്ലായിരുന്നു. പക്ഷെ വർത്തമാന കാലത്തിൽ നമ്മൾ കാണുന്നത് രാഷ്ട്രീയ പ്രതിയോഗികളെ തോൽപ്പിക്കാൻ സ്ത്രീകളെ, അതായത് നമുക്കിഷ്ടമല്ലാത്തവരെ ബലാത്കാരം ചെയ്യുന്നു എന്ന് ഒക്കെ വരുന്നത് അത് വളരെ വല്ല അഫ്ഗാനിസ്ഥാനിലോ അല്ലെങ്കിൽ അതുപോലെ പ്രാകൃതമായ രീതിയിലൊക്കെ നിയമവാഴ്ച നിൽക്കുന്ന നാട്ടിലൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അത് നമ്മൾ ഇവിടെയും കേൾക്കുന്നു. അത് ഞാൻ ആദ്യം പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു. ഞങ്ങളൊക്കെ ഒരു കാലഘട്ടത്തിൽ ഞങ്ങളുടെയൊക്കെ മനസ്സിലെ ആരാധനാ കഥാപാത്രം, അതായത് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മമതാ ബാനർജി റൈറ്റേഴ്സ് ബിൽഡിംഗ്, അവിടുത്തെ പാർലമെന്റ് അസംബ്ലി മന്ദിരത്തിന്റെ പേരതാണല്ലോ, അങ്ങോട്ട് ഒരു സമരവുമായി ജ്യോതി ബാസു ഭരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവർ ഇറച്ചി കയറുമ്പോൾ അവിടെ നടത്തിയ വെടിവെപ്പിൽ 11 യൂത്ത് കോൺഗ്രസ്സുകാർ മരണപ്പെട്ട ഒരു സംഭവം ഉണ്ടായി റൈറ്റേഴ്സ് ബിൽഡിംഗിൽ. അന്നാണ് അവരെ മാരകമായി അടിച്ചു പരിക്ക്. അപ്പൊ അന്ന് ഇവർ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ, പ്രത്യേകിച്ച് അന്നത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ വലിയ ആരാധനയോടെ ഞങ്ങൾ കണ്ടതാണ്. രാഷ്ട്രീയമായി മമതാ ബാനർജി തൃണമൂൽ കോൺഗ്രസുമായിട്ട് പോകുമ്പോഴും ഒക്കെ ഞങ്ങൾ അവരുടെ പോരാട്ട വീര്യത്തെയൊക്കെ എന്താ പറഞ്ഞ ആദരവോടുകൂടി കണ്ടതാണ്. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്നത് നമ്മളെ ഭയപ്പെടുത്തുന്നു. അതാണ് ഒരു ജനാധിപത്യ വാഴ്ച, നിയമവാഴ്ച നിലനിൽക്കുന്ന ഒരു നാട്ടില് ഇതുപോലെ ക്രൂരമായ അക്രമം അല്ലെങ്കിൽ ഒരു കൊലപാതകം, അതും ഒരു ഡോക്ടർക്ക് നേരെ ഉണ്ടായിട്ട് അവിടെ ഒരു നടപടികളും സ്വീകരിക്കുന്നില്ല. അവിടുത്തെ പ്രിൻസിപ്പാൾ പറയുന്നത് അല്ലെങ്കിൽ അവിടുത്തെ ജില്ലാ പോലീസ് അധികാരി അവരൊക്കെ സംരക്ഷിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ നിശ്ചയമായും ഇത് പ്രതിഷേധിക്കപ്പെടേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷെ അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു, ആർട്ടിക്കിൾ 56 ഇൻവോക്ക് ചെയ്ത് ഇവർ പുറത്താക്കപ്പെടുമെന്നോ ഒന്നും ഞാനിപ്പോൾ വിശ്വസിക്കുന്നില്ല. കാരണം അവർക്ക് ഭൂരിപക്ഷമുണ്ട്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അവർ ഒറ്റയ്ക്ക് വലിയ എന്താ പറഞ്ഞ വോട്ടുകൾ നേടിയതാണ്. അവർക്ക് ഒറ്റയ്ക്ക് നിന്ന് ഇനിയിപ്പോ പിരിച്ചുവിട്ടാൽ പോലും തിരിച്ചു വരാനുള്ള രാഷ്ട്രീയ സാഹചര്യം അവിടെയുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ജനാധിപത്യ വിരുദ്ധമായ, നിയമവാഴ്ചയ്ക്ക്, റൂൾ ഓഫ് ലോയ്ക്ക് വിരുദ്ധമായ ഒരു കാലഘട്ടത്തിലേക്ക് ബംഗാൾ വീണ്ടും നീങ്ങുന്നു എന്നുള്ളത് അത് ജനാധിപത്യ വിശ്വാസികളെയും സമാധാനകാംക്ഷികളെയും സംബന്ധിച്ചിടത്തോളം ഉത്കണ്ഠ ഉണ്ടാക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡും അതുപോലെ തന്നെ JB പർദാവാലയും ശ്രീ ആദരണീയനായ ജസ്റ്റിസ് മനോജ് മിശ്രയും അടങ്ങുന്ന ആ ഡിവിഷൻ ബെഞ്ച് അവർ പറഞ്ഞിരിക്കുന്നത് ഈ കാര്യത്തിൽ സുപ്രീം കോടതി അതിശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന്. അപ്പോ എന്തായാലും ബംഗാൾ സർക്കാരിന് വേണ്ടി കോൺഗ്രസ് നേതാവ് കപിൽ സിബൽ ഹാജരായത് മോശമായിപ്പോയി കേട്ടോ. ഈ വിഷയത്തിലൊക്കെ ഇത്തരം ചെയ്തികൾക്ക് കൂട്ടുനിൽക്കുന്ന മമതയ്ക്ക് വേണ്ടി മമതയുടെ വക്കാലത്ത് ഏറ്റെടുത്തുകൊണ്ട് കോൺഗ്രസ് നേതാവ് തന്നെ സുപ്രീം കോടതിയിൽ ഹാജരായതും മാത്രമല്ല ഈ FIR രജിസ്റ്റർ ചെയ്യുന്നതിൽ കാലതാമസം ഉണ്ടായെന്ന് കോടതി പറയുമ്പോൾ അതിനെ ന്യായീകരിക്കുകയൊക്കെ ചെയ്യുന്നത് ഒരു കോൺഗ്രസ് നേതാവാണ്. വേണ്ടായിരുന്നു, മമതയെ പൂർണ്ണമായി അങ്ങ് ഒറ്റപ്പെടുത്തണം. അല്ല, കപിൽ സിബൽ ഇപ്പൊ ഞങ്ങളുടെ പാർട്ടിയിൽ ഇല്ല. അദ്ദേഹം ഇപ്പോ സമാജ്വാദി പാർട്ടിയിലാണ്. സമാജ്വാദി പാർട്ടിയുടെ രാജ്യസഭയിലെ MP ആയിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. അദ്ദേഹം ഇപ്പൊ കോൺഗ്രസ് പാർട്ടിയിൽ ഇല്ല. അദ്ദേഹം ആണോ എനിക്കറിയില്ലായിരുന്നു അത്. അല്ല, ഞാന് മനസ്സിലാക്കിയിരിക്കുന്ന അതാണ്. ചിലപ്പോ ഐ മേ ബി റോങ്, സബ്ജക്ട് ടു കറക്ഷൻ. ഞാനിപ്പോഴും വിചാരിച്ചു വെച്ചിരിക്കുന്ന കോൺഗ്രസ് നേതാവ് തന്നെയാണ് കപിൽ സിബൽ എന്നാണ്. അല്ല, നമ്മുടെ ഹരിദാസിനും അതുപോലെ മേനോൻ സാറിന് വേണമെങ്കിൽ പിന്നെ തിരുത്താം. കാരണം ആരൊക്കെ ഇപ്പൊ പാർട്ടി വിടുന്നു, ആരൊക്കെ പാർട്ടിയിൽ വരുന്നു എന്നൊക്കെ ഉള്ളത് ഒരു പുതിയ കാര്യം അല്ലാത്തതുകൊണ്ട് കൃത്യമായിട്ട് ഓർത്തു വെക്കാനും പറ്റുന്നില്ല. അതുകൊണ്ടാണ്. അല്ല, എന്റെ അറിവിൽ അദ്ദേഹം ഞങ്ങളുടെ പാർട്ടി വിട്ടുപോയി. ഇപ്പൊ അദ്ദേഹം എന്താ പറഞ്ഞ സമാജ്വാദി പാർട്ടിയുടെ അംഗമായിട്ടാണ് അദ്ദേഹം രാജ്യസഭയിൽ ഉള്ളത് എന്നാണ് എന്റെ അറിവ്, സബ്ജക്ട് ടു കറക്ഷൻ. അല്ല, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരം അധാർമികമായ കൃത്യങ്ങൾ ഒരു നാട്ടിൽ നടക്കുമ്പോൾ അത് മമതാ ബാനർജിയെ പോലെ ഒരാള് അവിടെ മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുമ്പോഴാണ് ഇതൊക്കെ നടക്കുന്നത് എന്നുള്ളതാണ് നമ്മളെ ഉത്കണ്ഠപ്പെടുത്തുന്നത്. അതുകൊണ്ട് ശ്രീ
രാഹുൽ ഗാന്ധി പറഞ്ഞത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, അവിടെ ഭരണകൂടത്തിന്റെ അതിശക്തമായ ഇടപെടലുകൾ ഉണ്ടാകണം. ഈ കാര്യങ്ങൾക്ക് ആരൊക്കെയാണ് ഇതിന്റെ പിന്നിലുള്ള മാഫിയകളും സംഘങ്ങളും എന്നുള്ളത് അത് പുറത്തു വരണം. അവർ ശിക്ഷിക്കപ്പെടണം. ഇപ്പോഴാണ് നമ്മൾ ഓർക്കുന്നത്. ഒരു സെക്കൻഡ് കൂടി ഞാൻ പറഞ്ഞോട്ടെ. നമ്മുടെ തെലുങ്കാനയിലെ ഒരു SP, അദ്ദേഹത്തിന്റെ പേര് ഈശ്വർ റെഡ്ഡിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതുപോലെ വൈകുന്നേരം അവരും ഡോക്ടറായിരുന്നു എന്നാണ്, ഹോമിയോ ഡോക്ടറോ അല്ലെങ്കിൽ അലോപ്പതി ആയുർവേദ ഡോക്ടറോ, ഏതായാലും അലോപ്പതി ഡോക്ടർ അല്ല. അവര് യാത്ര ചെയ്ത് സ്കൂട്ടി കേടാക്കി അവരെ ബലാത്കാരം ചെയ്തു കൊന്ന ക്രിമിനലുകളെ അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് തെളിവെടുപ്പിന് പോയപ്പോൾ പോലീസിനെ ആക്രമിച്ചോ ഇല്ലയോ എന്നുള്ള പിന്നീട് കാര്യം. അവരെയൊക്കെ വെടിവെച്ചു കൊന്നത്. ഞാൻ പറഞ്ഞത്, ജനം അതിനൊക്കെ കൈയടിക്കുന്നത് എവിടെ നിയമവാഴ്ച തകരുന്നോ അങ്ങനെ ഒരു ഘട്ടത്തിൽ വരുമ്പോഴാണ് ഈ രീതിയിൽ പോലീസ് ചില നടപടികളൊക്കെ സ്വീകരിക്കുന്നതിനെ ആളുകൾ കൈയടിക്കുന്നത്. യു കനോട്ട് ക്യൂർ ബൈ കില്ലിംഗ്. നമുക്ക് കൊന്നുകൊണ്ട് ഒന്നിനെയും നന്നാക്കാനായിട്ട് പറ്റത്തില്ല. പക്ഷേ ഈ രീതിയിലുള്ള ക്രിമിനലുകളൊക്കെ നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്നു എന്ന് പറയുന്നത്, അതും 10-36 മണിക്കൂർ നേരം ജോലി ചെയ്തിട്ട് ഒന്ന് വിശ്രമിക്കാൻ വന്ന ഡോക്ടറെ, അതിനെയൊക്കെ കശാപ്പ് ചെയ്യുന്ന ആ കശ്മലന്മാരെയൊക്കെ നീതിപീഠത്തിന് മുമ്പിൽ കൊണ്ടുവന്നു. അത് ഇനി മണിക്കൂറുകൾക്കുള്ളിൽ അത് വിചാരണ നടത്തി ഇവരെയൊക്കെ ഇല്ലായ്മ ചെയ്തില്ല എങ്കിൽ ഈ സമൂഹത്തിന് അത് വലിയ അപകടമാണ് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശ്രീ നമ്പ്യാർ.